കേന്ദ്ര ബജറ്റ് 2024 അവ്യക്തമെന്ന് ശശി തരൂർ. കേരളത്തിന് സന്തോഷമുള്ള ബജറ്റെന്ന് വി മുരളീധരൻ. കേന്ദ്ര ബജറ്റിൽ പ്രതികരണവുമായി പ്രമുഖ നേതാക്കൾ. മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ചു. ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും അവർ ആലങ്കാരികമായ ഭാഷ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്നും തരൂർ ആരോപിച്ചു. എന്നാൽ ബജറ്റ് കേരളത്തിന് സന്തോഷകരമായ ഒന്നാണെന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗങ്ങളിൽ ഒന്നാണിതെന്നും നിർമ്മലാ സീതാരാമൻ അവ്യക്തമായ ഭാഷയാണ് ഉപയോഗിച്ചതെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ കുറച്ച് കണക്കുകളാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റിൽ ഇതുവരെയുള്ള ഏറ്റവും ചെറിയ പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു ഇന്നത്തേത്. അതിൽ നിന്ന് കാര്യമായൊന്നും പുറത്തു വന്നിട്ടില്ല. പതിവ് പോലെ ഭാഷ കൊണ്ടും വാക്കുകൊണ്ടും ഒരുപാട് പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുന്നതിൽ വളരെ കുറച്ച് കാര്യങ്ങളുമാണ് ഇതിലുള്ളത്. നിക്ഷേപം ഗണ്യമായി കുറഞ്ഞുവെന്നത് അംഗീകരിക്കാതെ അവർ വിദേശ നിക്ഷേപത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു. ശശി തരൂർ അവകാശപ്പെട്ടു. ആത്മവിശ്വാസം, പ്രതീക്ഷ എന്നിങ്ങനെയുള്ള അവ്യക്തമായ ഭാഷയിൽ അവർ ധാരാളം സംസാരിച്ചു. എന്നാൽ കണക്കുകൾ കഠിനമായി വരുമ്പോൾ അവ വളരെ കുറച്ച് മാത്രമേ പുറത്തുവിടുകയുള്ളൂ. ഇത് വളരെ നിരാശാജനകമായ പ്രസംഗമായിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടത്ര സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ബജറ്റാണിതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. അതേസമയം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ദിശാബോധമേകുന്ന ബജറ്റാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചതെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും യുവാക്കൾക്കും കർഷകർക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ അവതരിപ്പിക്കാനും സാധിച്ചു. ആ പദ്ധതികൾ തുടരുമെന്ന പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. സ്ത്രീകൾ നയിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ മുന്നോട്ട് നയിക്കുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ബജറ്റാണെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. കേരളം കടക്കണിയിൽ മുങ്ങി നിൽക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം സംസ്ഥാനത്തിന് പ്രയോജനപ്രദമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.